ആക്ഷൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് പ്രിക്കോഷൻസ് ആണ്. ഒരു ആക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ആ ആക്ഷന്റെ മുമ്പ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ട, മുൻകൂട്ടി കാണിക്കേണ്ട ജാഗ്രത ഏതൊക്കെ കാര്യങ്ങൾ? യാത്ര ഉദാഹരണമായിട്ട് എടുക്കണമെന്നായിരിക്കും. ഒരു ഇന്റർനാഷണൽ യാത്രയാണെങ്കിൽ അതിന് സാധാരണഗതിയിൽ വിസ വേണം, പാസ്പോർട്ട് വേണം, ട്രാവൽ ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ ടിക്കറ്റ് വേണം, ഹോട്ടൽ അക്കോമഡേഷൻ വേണം, അതല്ലെങ്കിൽ ലോക്കൽ ഗൈഡ് വേണം, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള അവബോധം, ധാരണ വേണം, കാലാവസ്ഥയെ കുറിച്ചുള്ള ബോധം വേണം. അപ്പൊ കാലാവസ്ഥ എന്താണോ ആ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വേണം. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ട്രാവൽ അമ്യൂണിറ്റീസ്, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പോകുന്ന യാത്ര ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന വിമാനത്തിന് ആവശ്യമായ ഡയമെൻഷനിലായിരിക്കണം നമ്മുടെ ബോക്സും പെട്ടിയും ഉണ്ടാവേണ്ടത്. ചില ടൈപ്പ് ഓഫ് പാക്കിംഗ് അവർ അനുവദിക്കാറില്ല. ചില കയറ് കെട്ടാൻ പാടില്ല, ചില സ്റ്റിക്കറുകൾ പാടില്ല, ചില പ്ലാസ്റ്റിക് പാക്കിംഗ് പാടില്ല. അങ്ങനെ പല നിയമങ്ങളുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വെയിറ്റ് അവർ പറയും, ഇന്ന വെയിറ്റ് ഇത്ര വെയിറ്റ് എന്നൊക്കെ. അപ്പോൾ ആ വെയിറ്റിനനുസരിച്ച് ചില വെയിറ്റ് കൂടുതൽ കൊടുത്താലും അധികം കാശ് കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത വിമാനങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ചില കമ്പനികളൊക്കെ നമ്മൾ പറയും വിമാനങ്ങൾക്ക് വെയിറ്റ് കൂടിയ കാശ് കൊടുക്കാം. അവരുടെ ലോഡ് ഫാക്ടർ കൂടി കഴിഞ്ഞാൽ അവർ ഒരാളുടെ വെയിറ്റും അധികം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കമ്പനികൾ വെയിറ്റ് എക്സസ് ലഗേജ് ഒന്നും എടുക്കാത്ത വിമാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്ഷൻ, ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള എനി ടൈപ്പ് ഓഫ് ആക്ഷന് മുമ്പും എല്ലാ ടൈപ്പ് ഓഫ് പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം. ഇപ്പം ഇതിന് പലപ്പോഴും നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ടൂറിൻ്റെ ഓർഗനൈസർ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, ഇന്ന സാധനം വേണം, ഇന്ന സാധനം വേണം, ഇന്ന കാര്യങ്ങൾ എടുക്കണം, ഇന്ന കാര്യങ്ങൾ എടുക്കണം, മെഡിസിൻ എടുക്കണം, ഓർണമെന്റ്സ് എടുക്കരുത്, ഇങ്ങനെ പല കാര്യങ്ങൾ അവരിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. തണുപ്പുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അതിൻ്റെ ആവശ്യമായ ഡ്രസ്സ് അവരവരെടുക്കണം. പിന്നെ അവനവൻ ആവശ്യമുള്ള ബസ്സിലാണെങ്കിൽ അവനവൻ ആവശ്യമുള്ള വെള്ളം, കാര്യങ്ങൾ, ചുടുവെള്ളം, പിക്നിക് ആണെങ്കിൽ അല്ലേ ഫ്ലാസ്കിൽ കരുതിക്കൊള്ളാം. അങ്ങനെ പലതും അവർ പറയും. പല ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസും അവർ തരും. അപ്പോൾ വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് ചെറുനാരങ്ങ ആണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് വേണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കാണാം. അപ്പം ഇതൊക്കെ പ്രിക്കോഷൻ ഓറിയന്റഡ്. അപ്പോൾ ഒരു ആക്ഷൻ ആണ് ആക്ച്വലി. ഒരു ട്രാവൽ ഈസ് ആൻ ആക്ഷൻ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ആക്ഷനുകളിൽ ഒന്നാണ് പ്രെയർ. ഒരു ആക്ഷനാണ്, ട്രാവൽ ഒരു ആക്ഷനാണ്, സ്ലീപ്പിംഗ് ഈസ് ആൻ അനദർ ആക്ഷൻ, ഈറ്റിംഗ് ഈസ് ആൻ ആക്ഷൻ, വാക്കിംഗ് ഈസ് ആൻ ആക്ഷൻ. അങ്ങനെ ആക്ടിവിറ്റികൾ, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളും. ഇപ്പം സ്ലീപ്പിംഗ് എന്നുള്ള ആക്ഷന് ഒന്നും പണിയില്ല, വെറുതെ നിന്നിടത്ത് കിടന്നുറങ്ങിപ്പോ ഇല്ല. വെറുതെ ഇങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ബോഡി എങ്ങനെ എങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ കറക്റ്റാണ് നമുക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കിടക്കുന്ന സ്ഥലം എങ്ങനത്തെ ആയിരിക്കണം, അതിനകത്ത് ഹീറ്റ് നമുക്ക് എത്ര കിട്ടണം, എത്ര ഹീറ്റ് കിട്ടരുത്, നമ്മുടെ ഹെഡ് വെക്കുന്ന തലയിൽ മുടി വെക്കുന്ന മെറ്റീരിയൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ എന്ത് പ്രശ്നം നമുക്ക് മുടിക്കുണ്ടാവും, തലക്കുണ്ടാവും. സോ മെനി തിങ്സ് ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ കിടക്കുന്ന ഉറങ്ങുന്ന മണിക്കൂറുകളോളം റൂം അടച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ റൂമിനകത്ത് എത്രമാത്രം സ്മെല്ല്, ഓക്സിജൻ അവൈലബിലിറ്റി, കാർബൺ മോണോക്സൈഡിന്റെ തിക്നെസ്, അതേപോലെ തന്നെ ഫ്രഷ് എയർ, അതുപോലെ അതിനകത്ത് കേട് വന്നിട്ടുള്ള എയർ ഉണ്ടെങ്കിൽ അത് അങ്ങനെ എയർ റിമൂവൽ, ഇങ്ങനെ പല കാര്യങ്ങളും, ഫ്രഷ് എയർ സർക്കുലേഷൻ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആക്ച്വലി. സോ ഈച്ച് ആക്ഷൻ ഹാസ് ടു ടേക്ക് സോ മെനി പ്രിക്കോഷൻസ്. പലപ്പോഴും പല പ്രിക്കോഷൻസും എടുക്കാതെ യാത്ര ചെയ്യുന്നത്, ഈയിടെ കാറിൽ കിടന്നുറങ്ങി മരിച്ചു പോയതൊക്കെ കുറിച്ച് നമ്മൾ കേട്ടു. ജീവഹാനി പറ്റാവുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരത്തെ തന്നെ ഒരുപോലെ എല്ലാം കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ എയർ വേരിയേഷൻ ഉണ്ടാവും, ടോക്സിക് എയർ ഉണ്ടാവും, ടോക്സിക് വാലി ഉണ്ടാവും, ടോക്സിക് ലൊക്കേഷൻ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ സിറ്റി കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില പർട്ടിക്കുലർ സമയത്ത് ആകാശത്ത് വളരെ ഭീകരമായ പുക കാണാം. കാരണം അവിടെ ആ സമയത്ത് ഇത്ര വിഷാംശമുള്ള പുകകൾ, ബീച്ച് ഏരിയകളിലൊക്കെയാണ് ചില ഓയിൽ ഗ്യാസിൻ്റെ ഒക്കെ വലിയ സെൻറ്ററുകൾ. അപ്പോൾ അവിടെ പലരും പറഞ്ഞേക്കാം അവിടുത്തെ സ്മെല്ല് ചില ദിവസങ്ങളിൽ, അതേപോലെ ചില പുക ഒക്കെ ടോക്സിക് ആണെന്ന് അവർ പറയാറുണ്ട്. അപ്പം ആ ഏരിയയിലൊക്കെ പോയിട്ടായിരിക്കും ഒരു പക്ഷേ ഉറക്കത്തിന് രാത്രി കാറ് നിർത്തിയിട്ടിട്ട് ആളുകൾ കിടന്നുറങ്ങി പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇറ്റ് ക്യാൻ എഫക്റ്റ്. അപ്പോൾ ഓരോ ആക്ഷൻ, ഇപ്പോൾ ഡ്രൈവിംഗ് ഈസ് ആൻ ആക്ഷൻ. അപ്പോൾ അതിനകത്ത് കുറേ പ്രിക്കോഷൻസ് ഉണ്ട്. അതിനകത്ത് ഡിസ്റ്റർബൻസ് ആളുകൾ ഡ്രൈവിംഗ് ഒരു ഈസി ആയിട്ട് കാണുകയും അതിന് കണ്ടമാനം പ്രിക്കോഷൻസ് എടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ചലഞ്ചുകൾ, ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആർക്കും അത് സംഭവിക്കാവുന്നതാണ്. ആ പ്രിക്കോഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റുകൾ വേണം. അപ്പൊ എല്ലാ ആക്ഷൻസിലും പ്രിക്കോഷൻസ് ഏറ്റവും പ്രധാനമാണ്. പ്ലാനിങ്സും പ്രിക്കോഷൻസും പ്രധാനമാണ്. നമ്മൾ ആക്ഷനിലേക്ക്, പ്ലാനിങ്ങിന് ശേഷം ആക്ഷനിലേക്ക് എടുക്കും. പ്ലാനൊന്നുമില്ലാതെ
വളരെ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് എൻഡ് ചെയ്യുന്നത് വളരെ നല്ല സുഖകരമല്ലാത്തൊരവസ്ഥ അവസ്ഥ ഈ ആക്ഷൻ്റെ എൻഡിൽ ഉണ്ടാവും. നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രൊജക്റ്റിൻ്റെ വർക്ക് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ട്. വെറുതെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ചില ആളുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ സാധനവും വേണം, അല്ലെങ്കിൽ തുടങ്ങില്ല. ചില ആൾക്ക് ഒന്നും വേണ്ട, ഉള്ളത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. ചിലർ പറയും നമുക്ക് ആദ്യം ഒരു വർക്ക് ചെയ്യാം, അപ്പോൾ അതിൻ്റെ റിസോഴ്സ് മാത്രം മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട് വളരെ സിമ്പിളായിട്ട്. ഇപ്പം ഞാനൊരു വീടുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറോട് സംസാരിക്കുന്ന സമയത്ത് 2-3 എഞ്ചിനീയേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വളരെ രസകരമായി തോന്നിയൊരു സംഭവമുണ്ട്. ഒരാൾ വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് തറയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 3 എഞ്ചിനീയേഴ്സിനോട് ഡിഫറെൻ്റ് ആയിട്ട് പറയും. അപ്പോൾ ഒരു എഞ്ചിനീയർ കാണിച്ചു പറഞ്ഞു, ഈ പ്ലാൻ പ്രകാരം നിങ്ങളുടെ തറയിലെ മുകളിലുള്ള സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കാൻ താഴത്തെ ഫ്ലോറിന് 15, മുകളിലത്തെ ഫ്ലോറിന് 13, 12, ഏകദേശം ഒരു 27 ലക്ഷം രൂപ നിങ്ങൾ റെഡിയാക്കിയാൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കാശ് കയ്യിൽ വെച്ചാൽ നമുക്ക് തുടങ്ങാം. അദ്ദേഹം വേറൊരു എഞ്ചിനീയർ അടുത്ത് പോയൊരു സംഭവം എന്ന് വെച്ചാൽ, ആ എഞ്ചിനീയർ പറഞ്ഞു, എന്താണോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ആ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഡേറ്റും ടൈമും അപ്പോൾ എൻഡ് ഇൻ മൈൻഡ് പ്ലാൻ ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ റിസോഴ്സും റെഡിയായ എൻഡ് ഇൻ മൈൻഡ് കറക്റ്റ് ആവും, മറ്റേതിനകത്ത് എൻഡ് ഡിലേ ആവും. അപ്പം ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് ഈ ഏത് രൂപത്തിലുള്ള ഓപ്ഷൻസ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വീടുകൾ ഇഷ്ടംപോലെ കാണാം. തറയിട്ട് വെച്ചിട്ട് വർഷങ്ങളോളം കിടക്കും, സ്ട്രക്ചർ ഇട്ട് കുറേ കിടക്കും, വാർപ്പിട്ടിട്ട് കുറേ കിടക്കും, അങ്ങനെ പല രൂപത്തിലും ഇതിന് കിടക്കുന്നതാണ്. പിന്നെ ഇന്റീരിയർ ചെയ്യാതെ താമസിക്കും, എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്റീരിയർ ചെയ്യും, അകത്തും പുറത്തും തേച്ച് വൃത്തിയാക്കാതെ പെയിന്റ് അടിക്കാതെ താമസിക്കും, എന്നിട്ട് പിന്നീട് അത് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം. പക്ഷെ ഇതിനകത്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ട്. കാരണം പൊടിയും പെയിന്റും ഒക്കെ ആവുന്ന സമയത്ത് ലൗകികളായ ആളുകൾ പലരുടെയും രോഗം തിരിച്ചു വരും, ശ്വാസം മുട്ട് വരും, പലതും വരുന്നത് കാണാം. അപ്പം എല്ലാ ആക്ഷൻസിന്റെ അടുത്തും ഒരു പ്രിക്കോഷൻ ഉണ്ട്. എക്സാമിന് പോകുന്ന സമയത്തുള്ള പ്രിക്കോഷൻ നമ്മൾ പറയുന്നത് കുട്ടികളോട് ഹാൾ ടിക്കറ്റ് എടുത്തു, പേന എടുത്തു, പെൻസിൽ എടുത്തു, ബോക്സ് എടുത്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏതായിരുന്നാലും എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും ഒരുങ്ങലുകളും അറേഞ്ച്മെന്റ്സും ഉണ്ടാവുന്നത് ഏത് ആക്ഷനും അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രിക്കോഷൻസിൽ നമുക്ക് ഇപ്പോൾ ഒരു അടുക്കളയിൽ ഒരു ഇന്ന സമയത്തുള്ള കുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വലിയ പ്രിക്കോഷനാണ്. അവിടെ നിങ്ങൾ അടുക്കളയിൽ കയറുന്ന സമയത്ത് തീ ചാലു ആക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുക്കിംഗ് തുടങ്ങി പകുതി വെച്ചിട്ട് പകുതി പല സാധനങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ആകെ സ്റ്റക്കായി പോകും. അപ്പൊ ചില ആക്ഷൻസിന്റെ പ്രത്യേകത പകുതി വെച്ച് പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ട് പോകാൻ പറ്റാത്തതിലുള്ള പരിപാടികളുണ്ട്. ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിനകത്തുള്ള ഓയിൽ, ഇന്ധനത്തിന്റെ അളവ് പുറപ്പെടുന്നതിന് മുമ്പ്, ആകാശത്ത് കയറുന്നതിന് മുമ്പ് പൈലറ്റ് നോക്കി ഉറപ്പുവരുത്തണം, അതിന്റെ വെയിറ്റ് നോക്കി ഉറപ്പുവരുത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഉറപ്പുവരുത്തണം. ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം ഇത് മൂവ് ചെയ്യും. കാരണം ആകാശത്ത് എത്തിയതിനു ശേഷം പെട്ടെന്ന് ഇന്ധനം നിറക്കലോ, പെട്ടെന്ന് ഇന്ധനത്തിന് വേണ്ടി ലാൻഡ് ചെയ്യലോ, ഇന്ധനത്തിന് വേണ്ടി മറ്റൊരു വിമാനം കൊണ്ടുവരലോ, ഇതിൻ്റെ ഒക്കെ പോസിബിലിറ്റി വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ചില സംഭവങ്ങളൊക്കെ വളരെ ചലഞ്ചിങ് ആയിരിക്കും, എസ്പെഷ്യലി അറ്റ്ലാന്റിക്കിന്റെയും പസഫിക്കിന്റെ ഒക്കെ നടുക്കാണ് എങ്കിൽ അത് വലിയ മഹാസമുദ്രങ്ങൾ മുറിച്ചെടുക്കുന്നതിന് നടുക്കൊക്കെ വെച്ചിട്ട് പല ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായാൽ പലതും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ചില ആക്ഷനുകളിലൊക്കെ വളരെ വലിയ പ്രീക്കോഷൻസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഹെവി പ്രിക്കോഷൻസ് കാണാം. ചില ഹെവി പ്രിക്കോഷൻസ് ഉള്ളിടത്തൊക്കെ നമുക്ക് വലിയ ചാലഞ്ച് ആയിട്ട്, അപ്പൊ ഹെവി പ്രിക്കോഷൻസിന്റെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള ഫ്ലൈങ് ട്രാവലിനകത്ത് സെക്യൂരിറ്റി ചെക്കിൻ കാര്യങ്ങളിൽ ഓരോ ബാഗും ഓരോ ഡ്രസ്സും അഴിച്ച് പരിശോധിക്കുന്നൊക്കെ ഇത്തരത്തിലുള്ള ഹെവി പ്രിക്കോഷൻസ്. അപ്പൊ ഹെവി പ്രിക്കോഷൻസ് ഇത്തരം ഏരിയകളിലുള്ള ആക്ഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. സോ എനി ഹൗ, ലെറ്റ് us think more about precautions. Wishing you all the very best. Have a great day and God bless. Thank you so much. Love you all.